മഹേന്ദ്ര സിംഗ് ധോണിയെ ഒഴിവാക്കി ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച 11 പേരെ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിരിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയരുക സ്വാഭാവികം. അതാണ് ദിനേശ് കാർത്തിക് തൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴും സംഭവിച്ചത്. കാർത്തിക് ധോണിയോട് അസൂയ കാണിച്ചതാണോ? ധോണി കാരണം തനിക്ക് കൂടുതൽ കളിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന വിരോധമാണോ? ധോണിയെ ഒഴിവാക്കാൻ എന്താണ് കാരണമെന്ന് അറിയില്ല. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ കാർത്തിക് ഇപ്പോൾ ധോണിയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ ഇന്ത്യൻ ടീമിൽ നിന്ന് 5 കളിക്കാരെയും മുൻ താരങ്ങളെയും ഉൾപ്പെടുത്തിയായിരുന്നു ദിനേശ് കാർത്തിക് അടുത്തിടെ തൻ്റെ എക്കാലത്തെ മികച്ച ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ ടീമിൽ MS ധോണിയുടെ പേരില്ലായിരുന്നു. ഹർഭജൻ സിംഗിനെ ബാക്കപ്പാക്കി 12 കളിക്കാരുടെ ടീം തിരഞ്ഞെടുത്തപ്പോൾ അതിൽ മുഴുവൻ സമയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് തമാശ. രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറായി കാർത്തിക് ഉൾപ്പെടുത്തിയതാകാമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ധോണി ഇല്ലാതെ ഈ ടീം പൂർണ്ണമല്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ 3 ICC കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനും ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ MS ധോണിയെ എങ്ങനെയാണ് അവഗണിക്കുക? ആരാധകർ ഞെട്ടി. കാർത്തികിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പല ആരാധകർ കാര്യങ്ങൾ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയെന്ന് കാർത്തികിനും മനസ്സിലായി. ഇതോടെ കാർത്തിക് തൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറായിരിക്കുന്നു. ധോണിയെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചു. എനിക്ക് വലിയ തെറ്റാണ് സംഭവിച്ചത്. വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് എനിക്ക് അത് മനസ്സിലായത്. ഞാൻ ശരിക്കും വിക്കറ്റ് കീപ്പർ ധോണിയെ മറന്നുപോയി. ഭാഗ്യവശാൽ രാഹുൽ ദ്രാവിഡ് ടീമിലുണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും കരുതി ഞാനൊരു പാർട്ട് ടൈം വിക്കറ്റ് കീപ്പറെ ഉൾപ്പെടുത്തിയതായിരിക്കാം എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറാക്കാൻ കണക്കാക്കിയിരുന്നില്ല. ധോണി തീർച്ചയായും ടീമിൻ്റെ ഭാഗമാണ്. സോറി ധോണി, സോറി തല. ഇങ്ങനെ പോകുന്നു കാർത്തികിൻ്റെ ക്ഷമാപണം. എൻ്റെ അഭിപ്രായത്തിൽ ധോണി ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളാണ്. തല ഫോർ എ റീസൺ എന്ന പുകഴ്ത്തലോടെയാണ് കാർത്തിക് ടീമിൽ തിരുത്തൽ പ്രഖ്യാപിച്ചത്. ജഡേജയെ പുറത്താക്കി ധോണിയെ 7 നമ്പറിൽ ഉൾപ്പെടുത്തിയാണ് കാർത്തിക് വലിയ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരിയത്. എക്കാലത്തെ മികച്ച ഇന്ത്യൻ നായകനെ എടുത്താലും അത് ധോണി തന്നെയായിരിക്കുമെന്നാണ് കാർത്തിക് തിരുത്തിൽ പറയുന്നത്.